Hi guys, welcome to our YouTube channel Start Tech. ഞാൻ ഇതിനു മുമ്പ് ഫോൾഡർ ലോക്കർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് വ്യൂവേഴ്സ് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. ആ ഡൗട്ട്സിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നത്. ഞാനിപ്പോൾ ഓരോ ഡൗട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ഡൗട്ട്, നമ്മളിപ്പോൾ ഈ ഫോൾഡർ ലോക്കർ ഫയലിനെ വേറൊരു സിസ്റ്റത്തിൽ കോപ്പി ചെയ്ത് ഇട്ടാൽ ആ ഫോൾഡർ ലോക്കർ വർക്കാകുമോ? സെക്കൻഡ് ഡൗട്ട്, ഈ ഫോൾഡർ ലോക്കർ എല്ലാ വിൻഡോസ് പ്ലാറ്റ്ഫോമിലും, അതായത് വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 10 ഇതുപോലുള്ള എല്ലാ വിൻഡോസ് പ്ലാറ്റ്ഫോമിലും വർക്കാകുമോ? പിന്നെ തേർഡ് ഡൗട്ട്, നമ്മൾ ഇതിന് ഫോൾഡർ ലോക്കറിൽ സെറ്റ് ചെയ്തിരുന്ന ആ പാസ്വേഡ് മറന്നുപോയാലോ? ആ പാസ്വേഡ് മറന്നുപോയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർത്ത് ഡൗട്ട്, ഫോൾഡർ ലോക്കർ ഫയൽ എങ്ങനെ സേഫ്റ്റി ആയിരിക്കും? പിന്നെ അവസാനത്തെ ഡൗട്ട്, നമ്മളിപ്പോൾ ഈ ഫോൾഡർ ലോക്കറെ അങ്ങനെ അറിയാതെ ഡിലീറ്റ് ചെയ്താൽ അതിനകത്ത് സേവ് ചെയ്തിരുന്ന എല്ലാ ഫയൽസും ഡിലീറ്റ് ആയി കളയും. ആ ഫയൽസുകളെ എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം? വരൂ, ഇപ്പോൾ ഫസ്റ്റ് ഡൗട്ടിന് ഞാൻ ഉത്തരം പറയാം. ഈ ഫോൾഡർ ലോക്കറെ ഏത് സിസ്റ്റത്തിൽ കോപ്പി ചെയ്ത് ഇട്ടാലും എല്ലാ സിസ്റ്റത്തിലും അത് വർക്കാവും. പക്ഷേ സെയിം പാസ്വേഡാണ് എല്ലാ സിസ്റ്റത്തിലും വർക്കാവുന്നത്. പാസ്വേഡ് മാറ്റിയിട്ടാൽ അത് വർക്കാവില്ല. പിന്നെ സെക്കൻഡ് ഡൗട്ട്, ഇത് എല്ലാ വിൻഡോസ് പ്ലാറ്റ്ഫോമിലും വർക്കാവും. വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 10 എല്ലാ പ്ലാറ്റ്ഫോമിലും കൃത്യമായിട്ട് വർക്കാവും. പിന്നെ തേർഡ്, ഈ ഫോൾഡർ ലോക്കർ പാസ്വേഡ് മറന്നുപോയാലും നമുക്ക് കണ്ടുപിടിക്കാം. അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. വരൂ, ഇപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഫോൾഡറിനകത്താണ് നമ്മളിപ്പോൾ ഫോൾഡർ ലോക്കർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ പാസ്വേഡ് ആദ്യമായിട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നത്. One, 2, 3, 4, 5 ആണ് നമ്മുടെ പാസ്വേഡ്. ഈ ടെക്സ്റ്റ് ഫയലിനെ ഇപ്പോൾ നമുക്ക് ബാറ്റ് ഫയലായിട്ട് സേവ് ചെയ്യാം. ഈ ഫയലിന് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ശ്രദ്ധിക്കുക, ഈ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ബാറ്റ് ആണ്, BAT ഫോർമാറ്റ് ആണ്. ഇതാണ് നമ്മുടെ ഫോൾഡർ ലോക്കർ ഫയൽ. ഇപ്പോൾ ഇവിടെ A, B എന്ന് 2 ഫോൾഡർ വെച്ചിട്ടുണ്ട്. നിങ്ങളത് ഏത് നെയിം അങ്ങനെ കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി A, B അങ്ങനെ 2 നെയിം വെച്ചിട്ടുള്ളൂ. ഈ ബാറ്റ് ഫയലിനെ കട്ട് ചെയ്തിട്ട് A ഫോൾഡറിനകത്ത് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ കാണുന്ന മൈ ഫയൽസ് ആണ് എൻ്റെ സീക്രട്ട് ഫയൽ. ഇതാണ് ഞാനിപ്പം ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ബാറ്റ് ഫയലിനെ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആ പാസ്വേഡിനെ എൻ്റർ ചെയ്യുക. ലോക്കറിനുള്ള ഒരു പുതിയ ഫോൾഡർ ഇപ്പോൾ ഓപ്പണായി കഴിഞ്ഞു. ലോക്ക് ചെയ്യാനുള്ള ഫയൽസിനെ കട്ട് ചെയ്തിട്ട് ലോക്കറിനുള്ള ഫോൾഡറിനകത്ത് പേസ്റ്റ് ചെയ്യുക. ആ ലോക്കർ ഫോൾഡറിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബാറ്റ് ഫയലിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് പോയി എന്ന് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സീക്രട്ട് ഫയൽസ് ലോക്കായി കഴിഞ്ഞിരിക്കുന്നു. പാസ്വേഡ് മറന്നുപോയാൽ എന്ന് ചെയ്യാം, അതാണ് തേർഡ് ഡൗട്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ബാറ്റ് ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഓപ്ഷനിൽ പോയാൽ ആ ഫയൽ ഓപ്പൺ ആയിരിക്കുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ പാസ്വേഡ്. 1 2 3 4 5 ഇതാണ് നമ്മുടെ പാസ്വേഡ്.
ഇപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ലോക്കർ ഫയൽ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തതിനു ശേഷം ആ ബാഡ് ഫയലിനെ കട്ട് ചെയ്ത് വേറൊരു ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഫോൾഡറിനകത്ത് ഒന്നും കാണുന്നില്ല. പക്ഷെ ബി ഫോൾഡറിനെ ആരെങ്കിലും ഓപ്പൺ ചെയ്താൽ ഈ ബാഡ് ഫയലെ കാണാൻ പറ്റും. ഒരു പക്ഷേ അയാൾ എഡിറ്റ് ഓപ്ഷൻ ചെയ്തിട്ട് ആ ഫയലിനെ ഓപ്പൺ ചെയ്ത് നോക്കിയാലും അവർക്ക് ആ പാസ്വേഡ് കാണാൻ പറ്റും. പക്ഷേ അയാൾ ആ ബാഡ് ഫയലിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കി. അങ്ങനെ ഓപ്പൺ ചെയ്താലും ഒരു പുതിയൊരു ലോക്കർ ഫയലാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അതിനകത്ത് ഒന്നും കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ ലോക്ക് ചെയ്ത ഫയൽ എ ഫോൾഡറിനകത്താണ് ഉള്ളത്. അതുകൊണ്ടാണ് അയാൾക്ക് ബി ഫോൾഡറിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ എ ഫോൾഡറിനകത്തിനുള്ള ആ ബാഡ് ഫയലിനെ ലോക്കർ ഫയലിനെ അറിയാതെ ഡിലീറ്റ് ചെയ്തു. അതായത് ലോക്ക് ചെയ്തിട്ട് പിന്നെ അറിയാതെ ഡിലീറ്റ് ചെയ്തു പോയി. പിന്നെ അത് എങ്ങനെ ആ ഫയലിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം, ആ ലോക്ക് ചെയ്തുള്ള ഇമ്പോർട്ടൻസ് ഫയലിനെയൊക്കെ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു ഫയൽസും ഇല്ല, ബി ഫോൾഡറിലും ഇല്ല, ഈ സിസ്റ്റത്തിനകത്ത് എവിടെയും ആ ഫയൽസ് ഇല്ല. പിന്നെ അത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിപ്പോൾ ആൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടെക്സ്റ്റ് ഫയലിനെ ഇപ്പോൾ ഓപ്പൺ ചെയ്യുക. ഏതെങ്കിലും ഒരു പാസ്വേഡ് ഇട്ട് ഇപ്പോൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ആ പാസ്വേഡിന് മുമ്പും അതിനുശേഷം ഒരു സ്പേസ് വിടാൻ മറക്കല്ലേ. ഈ ടെക്സ്റ്റ് ഫയലിനെയും ഏതെങ്കിലും ഒരു നെയിം കൊടുത്ത് ബാഡ് ഫയലിന് സേവ് ചെയ്യുക. ഏത് ഫോൾഡറിൽ ആൾറെഡി സീക്രട്ട് ഫയൽ സേവ് ചെയ്തിരുന്നോ ആ ഫോൾഡറിൽ തന്നെ ഈ ബാഡ് ഫയലിനെയും പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ബാഡ് ഫയലിനെ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ പുതിയ പാസ്വേഡിനെ എൻ്റർ ചെയ്യുക. ഇതോ ഒരു ലോക്കർ ഫോൾഡർ ഓപ്പൺ ആയിരിക്കുന്നു. അതിനകത്ത് കാണാതെ പോയ ആ ഫയൽസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ഡിലീറ്റ് ആയ ഫയൽസ് ഇപ്പോൾ റിക്കവർ ആയിരിക്കുന്നു. ഈ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് തോന്നുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.